നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ബജാജ് ചേതക് EVയുടെ പ്രീമിയം എന്ന മോഡലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. 2020 ആദ്യമായി ബജാജ് ചേതക്കിൻ്റെ ഇലക്ട്രിക് വേർഷൻ വന്നത്. അതിനുശേഷം ചില ഫീഡ്ബാക്കുകൾ കസ്റ്റമേഴ്സിൻ്റെ എടുത്തിട്ട് അതെല്ലാം നന്നാക്കി റേഞ്ച് വർദ്ധിപ്പിച്ച് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മോഡലാണ് ചേതക് പ്രീമിയം. ബജാജ് ചേതക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു കാലത്ത് ഒരു ജനതയുടെ ഹരമായിരുന്ന വാഹനമാണ്. ഒരു വർഷം മുമ്പ് ചേതക്കിൻ്റെ EV ആദ്യമായി ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ ഞാൻ ആ കഥകളൊക്കെ ഒന്ന് ഓർത്തിരുന്നു. അതായത് ചേതക് കത്ത് നിന്നിരുന്ന സമയത്ത് ഏറ്റവും അധികം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള 3 കാര്യങ്ങളായിരുന്നു. ഒന്ന് ബജാജ് ചേതക്, മറ്റൊന്ന് അംബാസഡർ കാർ, മറ്റൊന്ന് ഗ്യാസ് കുറ്റി. ഈ 3 സാധനം കിട്ടണമെങ്കിൽ നമ്മൾ കേന്ദ്രമന്ത്രിമാരുടെ ശുപാർശയൊക്കെ വേണ്ടിയിരുന്നു. അല്ലെങ്കിൽ 4-5 വർഷം കാത്തിരുന്നിട്ടാണ് ഈ വാഹനവും അതുപോലെ തന്നെ ഗ്യാസ് കുറ്റിയൊക്കെ നമുക്ക് ലഭ്യമായിരുന്നത്. എന്തായാലും അതിനുശേഷം വളരെ കാലം കഴിഞ്ഞ് ബജാജ് സ്കൂട്ടർ ഉൽപ്പാദനം നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ചു. അത് 2000-ലായിരുന്നു. പക്ഷേ 2020 വീണ്ടും മനംമാറ്റം വന്ന് ബജാജ് സ്കൂട്ടർ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. പക്ഷേ ഇത്തവണ വന്നത് പെട്രോൾ വാഹനമായിരുന്നില്ല, EV ആയിരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സമയമായപ്പോഴേക്കും ഇന്ത്യയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഒരു വലിയ തിരതള്ളൽ തന്നെ ഉണ്ടായി എന്നാണ് പറയേണ്ടത്. തന്നെയുമല്ല, സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ EV സ്കൂട്ടറുകളുമൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ വിപണി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു. ഓലയും ഏതറും പോലുള്ള കമ്പനികളെല്ലാം കാര്യമായ രീതിയിൽ വിറ്റഴിക്കുന്നു. കൂടാതെ അടുത്ത കാലത്ത് ഹീറോ മോട്ടോ കോർപ്പ് അവരുടെ വിദ എന്ന ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ iQube എന്ന ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് TVS വന്നിരിക്കുന്നു. അങ്ങനെ ഏതാണ്ട് വലിയൊരു വെള്ളപ്പൊക്കം പോലെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വിപണി. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും തങ്ങളുടെ ചേതക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ബജാജിന് തോന്നിയെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാനില്ല. അപ്പോൾ കാര്യമായ രീതിയിലുള്ള അപ്ഡേഷനാണ് ഇത്തവണ നടന്നിരിക്കുന്നത്. തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, റേഞ്ച് കൂടിയിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ചേതക്ക് വന്നിരിക്കുന്നത്. ഈ ചേതക്കിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് പഴയ ആ ഒരു ഓൾഡ് വേൾഡ് ചാം നിലനിർത്തിക്കൊണ്ടാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ ഓലയുടെ സ്കൂട്ടറുകളായാലും അല്ലെങ്കിൽ ഏതറിൻ്റെയൊക്കെ ആയാലും പോസ്റ്റ് മോഡേൺ രൂപം എന്നാണ് പറയേണ്ടത്. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഓൾഡ് സ്കൂൾ ചാം ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമുള്ള. അതോടൊപ്പം തന്നെ ഈ ഒരു മോഡേൺ കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടും കൂടി ചേർന്നൊരു മിക്സ്, അതായത് മോഡേണിറ്റിയും അതോടൊപ്പം തന്നെ ഈ ഒരു ഓൾഡ് സ്കൂൾ ആ ഒരു ഡിസൈൻ രീതിയും ഒരുമിപ്പിച്ച്, കൂടാതെ ബജാജ് എന്ന് പറയുന്ന ഗംഭീര വാഹന നിർമ്മാതാവിൻ്റെ വിശ്വസതയും എല്ലാം കൂടിയാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ EV സ്കൂട്ടറുകളുടെ തിര തള്ളലിൽ ബജാജ് ചേതക്കിന് കാര്യമായ രീതിയിലൊന്നും ഒരു വിൽപ്പന നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു അപ്ഡേറ്റഡ് മോഡൽ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി ബജാജ് ചേതക് EV പ്രീമിയത്തെ ഒന്ന് അടുത്ത് കാണാം. ചേതക്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം ക്രോം എലമെൻറ്റുകൾ കുറേ എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ്. ഈ ക്രോം എലമെൻറ്റുകളുടെ സ്കൂട്ടറുകളുടെ കാര്യത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ചൈന കടന്നു വരും എന്നുള്ളതാണ്. ഈ ചൈനീസ് സ്കൂട്ടറുകളിൽ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് പാർട്സ് കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്കൂട്ടറുകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഒരു ക്രോം എലമെൻറ്റുകൾ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ തന്നെ കാഴ്ചയിൽ ഇത് അധികകാലം ഓടില്ലല്ലോ, ചൈനയാണല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആ ക്രോം എലമെൻറ്റ് കളഞ്ഞപ്പോൾ നല്ലൊരു ഗംഭീര ഇന്ത്യൻ സ്കൂട്ടറായിട്ട് മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഉണ്ടായിരുന്ന ഭാഗത്ത് നേരത്തെ ക്രോം എലമെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഹെഡ്ലാമ്പിന് ചുറ്റും കാണുന്ന ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗത്ത് അവിടെയും നേരത്തെ ക്രോം എലമെൻ്റ് ആയിരുന്നു. അതെല്ലാമാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. ആ ബ്ലാക്ക് ഫിനിഷിൻ്റെ മനോഹാരിത തീർച്ചയായിട്ടും ഉണ്ട്. മനോഹരമായ ഒരു LED ഡാറ്റ റണ്ണിംഗ് ലാമ്പാണ് ഇതിന് ചുറ്റും നമ്മളിങ്ങനെ കാണുന്നത്. മനോഹരമെന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലുള്ള ഹെഡ്ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലെല്ലാം ചേതക്കിൻ്റെ ചെറിയ ലോഗോ കാണാം. ആ നടുവിൽ കാണുന്ന ലോഗോ എന്ന് പറഞ്ഞാൽ ചേതക്കിൻ്റെയാണ്. അത് ഉൾഭാഗത്ത് പോലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഓടി വരുമ്പോൾ വളരെ രസകരമാണ് ഈ ഒരു ഡാറ്റ റണ്ണിംഗ് ലാമ്പ് കാണാൻ. ഇവിടെ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ബാക്കിയെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ആ ഒരു ഭാഗം. എന്ന് തന്നെയുമല്ല, ഇതിനും ആ ഒരു ഓൾഡ് സ്കൂൾ ചാമില്ലേ, തീർച്ചയായിട്ടും പഴയ വാഹനങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലാമ്പാണ് ആ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഓടിയുടെയും മറ്റു കാറുകളിൽ കാണുന്ന പോലെ. പക്ഷേ ഇതിപ്പോൾ അധികം ഓടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അദ്ദേഹം 3-4-5 എലമെൻറ്റ്സിൽ അങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മനോഹരമായ കാര്യമാണ്. അതിൻ്റെ ചുറ്റും കൊടുത്തിരിക്കുന്ന ഈ ഭാഗവും നേരത്തെ ക്രോം എലമെൻ്റ് ആയിരുന്നത് മാറ്റി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഗ്രില്ലെന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിലുള്ളൊരു ഭാഗമാണ്. അതും രസകരമാണ്. ആ സ്കൂട്ടറിൻ്റെ ആ വിഷ്വൽ അപ്പീലിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. അതിൽ വളരെ ചെറിയ ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മോനെ കരയാതെ
ചാച്ചൻ ഓഫ് ചെയ്ത് തരാം. അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചുറ്റും കൊടുത്തിരിക്കുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ്. അത് ഭംഗിയായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പാനലൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഈ ഭാഗവുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. നല്ല വീതിയുള്ള സ്കൂട്ടറായിട്ടാണ് തോന്നുക. ഇപ്പോൾ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ കാര്യത്തിൽ വളരെ മെലിഞ്ഞുണങ്ങിയ രൂപമാണെങ്കിൽ ഇതങ്ങനെയല്ല, കുറച്ചൊരു എന്താ പറയുക മേധസ്സൊക്കെ ഉള്ള ഒരു രൂപം എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടുമുണ്ട്. മുൻഭാഗത്തെ മഡ്ഗാർഡാണെങ്കിലും അങ്ങനെ തീരെ മെലിഞ്ഞതല്ല, അതിനും അത്യാവശ്യം ഒരു മാംസളമായ ഭാഗം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അതുപോലെ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസകരമായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്പോക്കുകളും മറ്റും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ അലോയ് വീൽ ഇത്ര എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കാൻ കാരണം എൻ്റെ സസ്പെൻഷൻ്റെ മുൻഭാഗത്തെ സസ്പെൻഷൻ്റെ പ്രത്യേകതയാണ്. ട്രെയിലിംഗ് ലിങ്ക് സസ്പെൻഷനാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഇനി അല്പം തിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഭാഗത്ത് ഡിസ്ക് ബ്രേക്കിൻ്റെ എലമെൻസും മറ്റും അവിടെ കാണാം. അതുപോലെ സസ്പെൻഷൻ്റെ ഈ ഭാഗവും നമുക്കിവിടെ കാണാം. അതിലും ക്രോം ഫിനിഷുള്ള ഭാഗമാണ് അവിടെ കാണുന്നത്. മുൻഭാഗത്ത് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ചേതക്കെന്നുള്ള പുതിയ ബാഡ്ജിങ് ആണ് ഇവിടെ കാണുന്നത്. പുതിയ ലെറ്റേഴ്സിലുള്ള ചേതക്കെന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാം. ഇത്രയുമാണ് നമുക്ക് മുൻഭാഗത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ ഈ ഭാഗമൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, തീരെ മെലിഞ്ഞ രൂപത്തിലൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ രൂപത്തിന് ചേരുന്ന രീതിയിലുള്ള 2 സൈഡ് വ്യൂ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കീ ആണ്. കീയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കീയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. നമുക്ക് വാഹനത്തിൻ്റെ ഇപ്പോൾ ഇത് ഓണാണ്, വേണമെങ്കിൽ വാഹനം ഇതിൽ ഈ കീയിൽ പ്രസ് ചെയ്ത് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന സ്വിച്ച് ഒരു പ്രസ് ചെയ്ത് അല്പനേരം പ്രസ് ചെയ്ത് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് അല്ലല്ലോ അല്ലേ ഹാൻഡിൽ ലോക്കായി എന്നുള്ളതാണ്. അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളായിട്ട് തോന്നുന്നു. ഇനി വലിയ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് സ്ക്രീനിൻ്റെ കാര്യത്തിലാണ്. ഇവിടെ LCD സ്ക്രീനായിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് കുറേ കൂടി എന്താ പറയേണ്ടത് ക്ലാരിറ്റിയും മറ്റുമുള്ള TFT സ്ക്രീൻ 5 ഇഞ്ചിൻ്റെ TFT സ്ക്രീനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്നത് ടച്ച് സ്ക്രീൻ അല്ല എന്നുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ കണ്ടുവന്നിരിക്കുന്ന ഓലയായാലും ഏതായാലും എല്ലാം ടച്ച് സ്ക്രീൻ ആണെങ്കിൽ ഇത് ടച്ച് സ്ക്രീൻ അല്ല. അതിന് കാരണമായിട്ട് കമ്പനി പറയുന്നത് വെച്ചാൽ ഈ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് കാലം കഴിയുമ്പോൾ ഡ്യൂറബിലിറ്റി കുറവാണ് അതിന്. അതുകൊണ്ട് തന്നെ ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ പോകും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിലാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല TFT സ്ക്രീനിൻ്റെ കാര്യത്തിൽ എന്നാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ട് തന്നെ ടച്ച് സ്ക്രീൻ അല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇത് ആപ്പിൽ പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ വാഹനത്തിൻ്റെ വിലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു 9,000 രൂപ നമ്മളോട് കൊടുക്കുകയാണെങ്കിൽ ടെക് പാക്ക് എന്ന് പറയുന്ന ഒരു പാക്ക് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ടേൺ ബൈ ടേൺ നാവിഗേഷൻ കിട്ടും, മ്യൂസിക് പ്ലേ ചെയ്യാൻ സാധിക്കും, കോൾ അലേർട്ടുകളുടെ കാര്യത്തിൽ അതെല്ലാം കിട്ടും. പിന്നെ കൂടാതെ ഈ വാഹനത്തിന് സ്പോർട്ട് മോഡ് എന്ന് പറയുന്നൊരു മോഡ് കൂടി കിട്ടും. അതായത് കൂടുതൽ ആക്സിലറേഷൻ കിട്ടുന്ന സ്പോർട്ട് മോഡ് എന്നൊരു മോഡ് കൂടി ടെക് പാക്ക് എന്ന് പറയുന്ന ആ പാക്ക് എടുത്താൽ കിട്ടും. അതിന് 9,000 രൂപയാണ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഇത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ടെക് പാക്കൊക്കെ ഉള്ള ഒരു ടെസ്റ്റ് റൈഡ് വാഹനമാണിത്. അപ്പോൾ ഇതിലതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രീനിലേക്ക് ക്ലോസ് ആയിട്ട് വരികയാണെങ്കിൽ ഇതിൽ കാണാം, ഇപ്പം ന്യൂട്രൽ എന്നുള്ള മോഡിലാണ് അത് കിടക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ റേഞ്ച് 69 കിലോമീറ്റർ, 84% ആണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചാർജ് കാണിക്കുന്നത്. പിന്നെ അത് ഓടി തുടങ്ങുമ്പോൾ ഇപ്പോൾ ഇത് സൈഡ് സ്റ്റാൻഡിലാണ് ഈ വാഹനം ഇരിക്കുന്നത്. സൈഡ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ ഒരിക്കലും വാഹനത്തിൻ്റെ ഡ്രൈവ് മോഡ് വീഴുകയില്ല. അപ്പോൾ നമ്മൾ കയറിയിരുന്ന് ഡ്രൈവ് മോഡ് ഈ സ്റ്റാൻഡ് തട്ടിയതിന് ശേഷം ഡ്രൈവ് മോഡിലേക്ക് ഇടുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഡ്രൈവ് മോഡിലേക്ക് വീണ് കഴിഞ്ഞു. ഇക്കോ എന്നുള്ള മോഡിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അതിനുശേഷം നമുക്ക് അങ്ങനെ അങ്ങ് ഓടിച്ചു തുടങ്ങാം. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിൻ്റെ അതിനിപ്പോൾ നമ്മൾ മറ്റ് എന്തെങ്കിലുമൊക്കെ ഈ സ്ക്രീനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ ബ്ലൂടൂത്ത് നോട്ട് കണക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കണക്ട് ചെയ്ത് ആപ്പും കൂടി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വീണ്ടും നമ്മൾ സൈഡ് സ്റ്റാൻഡ് അങ്ങോട്ട് തട്ടി കഴിയുമ്പോൾ ഇവിടെ ന്യൂട്രൽ എത്തിക്കഴിഞ്ഞു. സൈഡ് സ്റ്റാൻഡ് ഡൗൺ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ്, ടൈം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും ഗംഭീര നിർമ്മാണ നിലവാരമുള്ളൊരു വാഹനമാണ്. ഈ സ്വിച്ചുകളൊക്കെ ആയാലും എല്ലാം തന്നെ ഒട്ടും തന്നെ മോശമായ ഒരു കാര്യവും പറയാനില്ല. അതെല്ലാം മനോഹരമായിട്ടാണ് കൺസീൽ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് ഈ ഒരു സ്ക്രീനിൻ്റെ ബാക്കിലേക്ക് പോകാനുള്ള മോഡാണിത്. ഇത് ടേൺ ഇൻഡിക്കേറ്ററുടെ സ്വിച്ച്. ഇവിടെ ഹോൺ, മോശമല്ലാത്ത തകർപ്പൻ ഹോണ്, ലൈറ്റിൻ്റെ സ്വിച്ച് അവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഞാനൊന്ന് ഇറങ്ങി തന്നെ കാണിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തുറക്കാൻ പറ്റില്ല.
ഇതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ താഴെയുള്ള ഭാഗം ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിലൊരു ഫുൾ കവേർഡുള്ള ഹെൽമെറ്റ് വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഒരു ഹാഫ് കവേർഡുള്ള ഹെൽമെറ്റ് വയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യമായ സംഭവങ്ങളൊന്നും അവിടെ പറയാനില്ല. അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഇവിടുത്തെ ഒരു ചെറിയ ലഗേജ് ഏരിയയാണ് ഓപ്പൺ ആകുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ചാർജർ വയ്ക്കാം, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ RC ബുക്ക്, പേപ്പേഴ്സ്, അത്തരം കാര്യങ്ങളെല്ലാം വയ്ക്കാം. ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേതായാലും നല്ല ഭംഗിയായിട്ട് ഒരു എന്താ പറയുക ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു സ്പേസ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ചേതക്കിൻ്റെ ബാഡ്ജിങ് ഇവിടെ ഒരു ഇലുമിനേറ്റഡ് ലോഗോ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ലോഗോ പോലെ തോന്നിക്കുന്ന ഭാഗമാണെങ്കിലും അത് സത്യം പറഞ്ഞാൽ ഒരു ഹുക്കാണ്. ചെറിയ സാധനങ്ങളൊക്കെ നമുക്കിവിടെ എന്താ പറയുന്നത് തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഹുക്കെന്നാണ് പറയേണ്ടത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ തവണയും ചേതക്കിൻ്റെ ടെസ്റ്റ് റൈഡിൽ പറഞ്ഞിരുന്നു ഗ്യാസ് കുറ്റി വയ്ക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സ്കൂട്ടർ ഉപയോഗിക്കുന്നത് ഗ്യാസ് കുറ്റി വയ്ക്കാനാണ്. പക്ഷേ ഈ മാറുന്നതിനകത്ത് അത്രയും സ്പേസ് ഇല്ല എന്നുള്ള സത്യമാണ്. എങ്കിൽ പോലും കാല് വെച്ച് സുഖമായിരിക്കാൻ പറ്റും, ഗ്യാസ് കുറ്റി വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റിൻ്റെ നിറങ്ങളിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ബ്ലാക്കും അതുപോലെ തന്നെ ഒരു നേരിയ ബ്രൗൺ നിറവുമാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ടുണ്ട്, നല്ല പ്രീമിയം ലുക്കുണ്ട്. സാധാരണ ഇങ്ങനെ ഒരു കോമ്പിനേഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ ഭംഗി കിട്ടാറില്ല, പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ പില്ലൻ റൈഡർക്ക് ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് പൂർണ്ണമായി അടച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടെയും ലോഗോ കാണാം, ചേതക്കിൻ്റെ ലോഗോ കാണാം. പിൻഭാഗത്തേക്ക് വരുമ്പോൾ മുൻഭാഗത്ത് നമ്മൾ കണ്ട ചെറിയ ഗ്രില്ല് പോലൊരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഭാഗത്തിന് സമാനമായ രീതിയിൽ ഇവിടെ ഒരു വളരെ ചെറിയ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്രോം ഫിനിഷുള്ള ഭാഗവും കൊടുത്തിട്ടുണ്ട്. ചേതക്കെന്നുള്ള ലോഗോ നമുക്കിവിടെ കാണാം. ഭംഗിയുള്ള രീതിയിലുള്ള ടെയിൽ ലാമ്പാണ്. അത് ശരിക്കും പറഞ്ഞാൽ ടെയിലല്ല ലാമ്പ് എന്നുള്ള സത്യമാണ്, സൈഡിലാണ് ലാമ്പ്. തീർച്ചയായിട്ടും ടെയിൽ ലാമ്പാണ് എന്ന് പേരെങ്കിൽ പോലും ഇതിലും ആ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റും ചേർന്ന ഒരു അസംബ്ലിയാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ടാണെങ്കിൽ വളരെ ചെറിയൊരു മഡ് ഗാർഡ് കാണാം. അതുപോലെ തന്നെ അലോയ് വീല്, പിൻഭാഗത്തെ അലോയ് വീലാണെങ്കിലും വളരെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നു. അതിനൊരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഭാഗത്തൊക്കെ എങ്ങനെ ഒരല്പം വീതിയുള്ള രൂപമാണ്, മുൻഭാഗത്തിന് സമാനമായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ വലിപ്പമുള്ളൊരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഇത് അനുഭവപ്പെടും. ഇവിടെ ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് വാഹനത്തിൻ്റെ രൂപത്തിൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. അപ്പോൾ ക്രോം എലമെൻറ്റുകൾ എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ സംഭവം ഭംഗിയായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു എലഗൻസ് ഉള്ള വാഹനമാണ്. തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളുടെയൊക്കെ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന രൂപം, പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന സ്കൂട്ടറുകളുടെ രൂപം തീർച്ചയായിട്ടും ഇതിലുണ്ട്. അതിന് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വെസ്പയുടെ ഇലക്ട്ര എന്നൊരു ഒരു മോഡലുണ്ട്. ആ മോഡലിൻ്റെ ഏതാണ്ട് സാമ്യം തീർച്ചയായിട്ടും ഈ ഒരു മോഡലിലുണ്ട്. അത് ഞാൻ അന്ന് ആദ്യം ഈ ഒരു EV ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യമുണ്ട്, ബജാജും അതുപോലെ തന്നെ വെസ്പയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് കാണാം മോഡലുകളുടെ കാര്യത്തിൽ, ഡിസൈനിൻ്റെ കാര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റമാണോ കോപ്പിയുടെയാണോ എന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ സംഭവിക്കാറുണ്ട്. ബജാജ് ചേതക്ക് തന്നെ വെസ്പയുടെ പഴയ ഒരു മോഡലിലെ ചെറിയ കോപ്പിയുടെയായിരുന്നു എന്നുള്ളൊരു സത്യസന്ധമായ കാര്യമാണ്. എന്തായാലും അതൊന്നും മോശമായില്ല. അപ്പോൾ ഈ വാഹനത്തിനും ഇലക്ട്ര എന്ന വെസ്പയുടെ മോഡലുമായിട്ട് തന്നെയാണ് സാമ്യം. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഓടിച്ച് നോക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ ഡ്രൈവബിലിറ്റി ഒട്ടും മോശമാകാനുള്ള സാധ്യതയില്ല. തന്നെയുമല്ല, എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും ഡ്രൈവിങ്ങിൻ്റെ അല്ലെങ്കിൽ റൈഡിങ്ങിൻ്റെ രീതിയൊക്കെ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ വ്യത്യാസമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിൽ ഇപ്പോൾ സസ്പെൻഷനും അതുപോലെ തന്നെ ഇനിഷ്യൽ ആക്സിലറേഷൻ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചേതക്ക് ഓടിക്കുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ
വളരെ കൃത്യമായും എത്ര ദൂരം ഓടിച്ചാലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റിംഗ് പൊസിഷൻ ഹാൻഡിൽ ബാറുമായിട്ടുള്ള കൃത്യമായ ഒരു അകലവും ആ ഹൈറ്റും എല്ലാം തന്നെ ഗംഭീരമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്യാസ് ഊറ്റി വയ്ക്കാനൊന്നും സ്ഥലമില്ലെങ്കിൽ പോലും വിശാലമായി കാല് നീട്ടി വെച്ചിരിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മുൻഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിലും അതൊരിക്കലും നമ്മുടെ എത്ര നീളമുള്ളവരാണെങ്കിലും കാലൊന്നും തട്ടില്ല, അത്രയും ദൂരെയാണ്. തന്നെയുമല്ല ആ ഒരു സ്റ്റോറേജ് സ്പേസ് വളരെ ഒതുക്കി മുന്നിലായിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സ്ലീക്കാണ്, ഒട്ടും തന്നെ നമ്മുടെ കാല് മുട്ടുന്ന രീതിയിലൊന്നുമല്ല. അത് ഏതായാലും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ 126 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. പഴയ ചേതക്ക് നമ്മളത് 2 വർഷം മുമ്പ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു, അതിന് 108 കിലോമീറ്റർ ആയിരുന്നു റേഞ്ച് പറഞ്ഞിരുന്നത്. അത് വലിയ മാറ്റമെന്ന് തന്നെയാണ് പറയേണ്ടത്. 18 കിലോമീറ്റർ റേഞ്ച് ഇപ്പോൾ കൂടുതൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 126 കിലോമീറ്റർ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു 115 കിലോമീറ്ററൊക്കെ ആയിരിക്കാം. എങ്കിലും അത് മോശമായ കാര്യമല്ല, കാരണം ഇത്തരം വാഹനങ്ങളൊക്കെ എപ്പോഴും സിറ്റി കമ്മ്യൂട്ടിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ബാറ്ററി കപ്പാസിറ്റി കൂടിയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു റേഞ്ച് കൂടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജ് ആകാനുള്ള സമയവും അല്പം വർദ്ധിച്ചിട്ടുണ്ട്. 0 to 100% ചാർജ് ആകാൻ വേണ്ടി വരുന്നത് ഈ 800 വാട്ടിൻ്റെ ഓൺബോർഡ് ചാർജറിൽ നിന്നാണെങ്കിൽ 4 മണിക്കൂർ 30 മിനിറ്റാണ്. നേരത്തെ പക്ഷേ പഴയ ചേതക്കായിരുന്നപ്പോൾ 4 മണിക്കൂർ മതിയായിരുന്നു. അതായത് 30 മിനിറ്റ് ചാർജിങ് ടൈം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 73 കിലോമീറ്റർ ആണ് മാക്സിമം സ്പീഡ്. പക്ഷേ പഴയ ചേതക്കിൽ അത് 63 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ 10 കിലോമീറ്ററിൻ്റെ ആ ഒരു വർധനവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇക്കോ മോഡിലല്ല ടോപ്പ് സ്പീഡ് കിട്ടുന്നത്. നമ്മൾ സ്പോർട്ട് മോഡിലേക്ക് മാറ്റുമ്പോഴാണ് ഈ 73 കിലോമീറ്റർ എന്ന് പറയുന്ന മാക്സിമം സ്പീഡ് കിട്ടുന്നത്. ഇനി ബാറ്ററി പാക്കിലേക്കും മോട്ടറിലേക്കും ഒക്കെ പോവുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടിരുന്ന അതേ പെർമനൻറ്റ് മാഗ്നറ്റ് മോട്ടർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഔട്ട്പുട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. 4.2 കിലോ വാട്ടാണ് ഇപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത്. 20 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. എന്തായാലും ഒരു ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറിയാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ വലിച്ചുകൊണ്ട് പായുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ രീതിയല്ല. അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ ഓടിച്ചു പോകാൻ പറ്റുന്നൊരു വാഹനമാണ്. കൈവിട്ട് പോകുന്ന ഒരു പ്രശ്നമൊന്നും നമുക്കങ്ങനെ തോന്നുകയില്ല. അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു വാഹനമാണിത്. കാഴ്ചയിൽ അത്ര ഹെവി ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ബമ്പൊക്കെ ചാടുമ്പോഴാണെങ്കിലും സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നില്ല, കൈവിട്ട് പോകുന്നില്ല. ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയുന്ന കാര്യമാണ്. എന്തായാലും ഈ ഒരു ടെക് പാക്ക് എന്ന് പറയുന്ന പാക്ക് ഞാൻ പറഞ്ഞല്ലോ, 9,000 രൂപ കൂടുതൽ കൊടുത്താൽ കിട്ടുന്ന ടെക് പാക്ക് ഈ ഒരു വാഹനത്തിലുണ്ട്. ഇതിലാണ് ഈ സ്പോർട്ട് മോഡ് എന്ന് പറയുന്ന സംഭവം കൂടി അഡീഷണൽ ആയിട്ട് വരുന്നത്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്, ടേൺ ബൈ ടേൺ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, നാവിഗേഷൻ 10x10 നാവിഗേഷൻ വരുന്നുണ്ട്, മ്യൂസിക് പ്ലേബാക്ക് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ അലേർട്ട്, കോൾ മാനേജ്മെൻറ്റ്, ഡിസ്പ്ലേ തീമുകൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 9,000 രൂപ കൂടുതൽ വരുന്ന ഈ ഒരു പാക്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടെക് പാക്ക് 5 വർഷത്തേക്കാണ് വാലിഡ് ആയിട്ടുള്ളത്. ഇനി നമ്മളിത് എടുത്തു കഴിഞ്ഞിട്ട് 1 വർഷത്തിനുള്ളിൽ, വാഹനം എടുത്ത് ടെക് പാക്ക് 1 വർഷത്തിനുള്ളിൽ നമ്മൾ അത് അവൈൽ ചെയ്താലും മതി. അങ്ങനെ ഒരു സാധ്യത കൂടി അത് കൊടുത്തിട്ടുണ്ട്. ചേതക് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് നമുക്ക് ഇത്തരം പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ചാർജിൻ്റെ സ്റ്റാറ്റസ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചേതക് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഈ ടെക് പാക്ക് വഴി കിട്ടുന്നതാണ്. ബാറ്ററി പാക്കിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ 3.2 കിലോ വാട്ടാണ്. നേരത്തെ 2.9 കിലോ വാട്ടായിരുന്നു. അത്രയും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം പവർ കൂടിയതും അതുപോലെ തന്നെ മാക്സിമം സ്പീഡ് കൂടിയതും അത്തരം കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തായാലും സസ്പെൻഷനും ഗംഭീരമാണ്. വളരെ നല്ല റൈഡ് ക്വാളിറ്റിയാണ് ഈ സസ്പെൻഷൻ തരുന്നത്. ബമ്പുകളെല്ലാം ചാടി പോകുമ്പോഴൊക്കെ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒട്ടും തന്നെ നമുക്ക് അങ്ങനെ കൈവിട്ട് പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. കൈക്കുള്ളിൽ എന്തായാലും ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പറയേണ്ട കാര്യം. അപ്പോൾ സിംഗിൾ സൈഡഡ് സസ്പെൻഷൻ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു സംശയം തോന്നും, സസ്പെൻഷൻ വേണ്ട രീതിയിൽ മറ്റ് വാഹനങ്ങളെ പോലെ കിട്ടുമെന്ന്. പക്ഷേ അത്തരം പ്രശ്നങ്ങളൊന്നും എന്തായാലും ഓടിക്കുമ്പോൾ തോന്നുന്നില്ല. അതുപോലെ ബ്രേക്കിങ്ങും വളരെ എഫിഷ്യൻ്റാണ്. അതുപോലെ ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് കൈ എടുത്താൽ ഉടനെ വാഹനം വല്ലാതെ ഇടിച്ച് നിൽക്കുന്ന ഫീല്, അതും ഇതിനകത്ത് തോന്നുന്നില്ല. റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് ഒരു മയത്തിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. എന്തായാലും ഒരു 800 വാട്ടിൻ്റെ ചാർജർ നമുക്ക് ഇതിൻ്റെ കൂടെ വാഹനത്തിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് അതിന് അഡീഷണൽ പൈസയൊന്നും മുടക്കേണ്ടതില്ല. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന പോലെ നല്ല മനോഹരമായ TFT സ്ക്രീന്, ടച്ച് സ്ക്രീൻ അല്ലാത്തതുകൊണ്ട് കൂടുതൽ ഡ്യൂറബിലിറ്റി കിട്ടുമെന്ന് കമ്പനി പറയുന്നു. അത്യാവശ്യം വേണ്ട കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബജാജ് എന്ന് പറയുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ വിശ്വാസ്യത നമുക്ക് തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ആ ഒരു നിർമ്മാണ നിലവാരത്തിൽ കണ്ടെത്താൻ സാധിക്കും. പിന്നെ മോശമല്ലാത്ത റേഞ്ചുണ്ട്, കാണാനുള്ള ഭംഗിയുണ്ട്, അത്തരം പല കാര്യങ്ങളും മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ വാങ്ങിക്കുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും.
പിന്നെ ഈ എന്താ പറയുക ചൈനീസ് പാർട്സോ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏതായാലും അത് മനസ്സിലാകുന്നില്ല. ആ രീതിയിൽ നിലവാരമുള്ള പാർട്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ വർഷങ്ങളോളം സ്കൂട്ടർ നിർമ്മിക്കാതിരുന്നിട്ട് ബജാജ് തിരിച്ച് സ്കൂട്ടർ നിർമ്മാണത്തിലേക്ക് വന്നപ്പോൾ മോശമായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. തന്നെയല്ല, ഇനിയിപ്പോൾ ഉള്ള കാലം തീർച്ചയായിട്ടും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഒരു കാലമാണ്. ആ രംഗത്തേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പ് മോശമായിട്ടില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ആ ഒരു പഴയ ഓൾഡ് വേൾഡ് ചാമും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ വളരെ ആധുനികമായ ഫീച്ചേഴ്സ് എല്ലാം കൂടി ഒരുമിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഈ വാഹനം ഡിസൈനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ടിനെ പറ്റിയാണിത്. നമ്മളൊരിക്കൽ ഹീറോ കരിസ്മ XMR ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ ഞാൻ ഇതേ കമ്പനിയുടെ ബ്രാൻഡിൻ്റെ ഒരു ഹുഡിയാണ് ഇട്ടിരുന്നത്. ഇത് ടീഷർട്ടാണ്. നോബി എന്നുള്ള ഇന്ത്യയിലേക്ക് ഏറ്റവും പുതുതായിട്ട് എത്തിയിരിക്കുന്ന ഒരു പുരുഷന്മാർക്കുള്ള ഒരു ബ്രാൻഡാണ്. ഇത് ടീഷർട്ടുണ്ട്, ഷർട്ടുണ്ട്, ജീൻസുണ്ട്, ഹുഡീസുണ്ട്, ബാഗീസുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. US-ലാണ് ഈ ഒരു ടീഷർട്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നോബി ബ്രാൻഡിലുള്ള ഈ ടീഷർട്ടായാലും ഷർട്ടായാലും എല്ലാം തന്നെ ഏറ്റവും എന്നെപ്പോലെ ടീനേജേഴ്സിന് പറ്റുന്ന രീതിയിലൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റ ജനറേഷൻ എന്നാണല്ലോ പുതുതായിട്ട് വിളിക്കുന്നത്. അവർക്കൊക്കെ പറ്റിയ ടീഷർട്ടുകളും ഷർട്ടുകളും ജീൻസുകളും മറ്റുമാണ്. ഇപ്പോൾ തൽക്കാലം ഇത് ഷോപ്പുകളല്ല കിട്ടുക, ഓൺലൈനിലാണ്. ഓൺലൈനിൽ 2-3 തരത്തിൽ വാങ്ങിക്കാം. ഒന്ന് നോബി ലൈഫ് സ്റ്റൈൽ .in എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. പിന്നെ അജിയോ, മിന്ത്ര അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കാം. കൂടാതെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇവരുടെ ഏറ്റവും പുതിയ ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോബിയെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. നോബി_ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുതിയ കളക്ഷൻ എന്നൊക്കെ അറിയാം. അങ്ങനെ നോക്കി വാങ്ങിക്കാം. തീർച്ചയായിട്ടും ഇടാനൊക്കെ നല്ല സുഖമുള്ള ഗംഭീരമായ ടീഷർട്ടുകളുടെ കളക്ഷനും ഹുഡീസും ഒക്കെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. എന്തായാലും ഒന്ന് നോക്കുക, പറ്റുമെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ ഇനി ഈ വാഹനം ഇതെങ്ങനെ വാങ്ങിക്കാമെന്ന് പറയണമല്ലോ, ടീഷർട്ട് മാത്രം പോരല്ലോ. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ 2 വേരിയൻസ് ആണുള്ളത്, അർബനും പ്രീമിയവും. 1,29,000 രൂപയാണ് അർബൻ എന്നുള്ള വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് വിലയെങ്കിൽ ഇതിൻ്റെ ടെക് പാക്കോട് കൂടിയ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിന് 1,69,000 രൂപയാണ് ഓൺ റോഡ് വില. തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാവുന്നൊരു കമ്പനി ബജാജ് ആയതുകൊണ്ട് ബജാജ് അങ്ങനെ തക്കിട തരികിട പരിപാടികളൊന്നുമില്ല. തന്നെയല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പോൾ ആധുനിക കാലത്താണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്കുകളും മറ്റും നിർമ്മിക്കുന്ന കമ്പനിയുമാണ് തീർച്ചയായിട്ടും ബജാജ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും ഉണ്ട്. പുതിയ ജനറേഷൻ സ്കൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായ രൂപഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ കവരുന്ന, ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള എന്താ പറയുക രൂപമായാലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിലവാരമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് ചേതക്കിൻ്റെ EVയിൽ കാണാനാവില്ല. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങിച്ചു തുടങ്ങിയിരിക്കുന്ന ഈ ഒരു കാലത്ത് നിങ്ങൾ ഏത് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ ആഗ്രഹിച്ചാലും ആദ്യം ഒന്ന് ഓടിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല റോഡ് ഗ്രിപ്പുണ്ട്, നല്ല നിർമ്മാണ നിലവാരമുണ്ട്, തരക്കേടില്ലാത്ത റേഞ്ചുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു EVയെ പറ്റി പറയാവുന്നത്. പിന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും മോശമല്ല. അതിന് നിങ്ങൾ ടെക് പാക്ക് എന്നുള്ള പാക്ക് കൂടി എടുക്കുക. ഏതായാലും ഇത്രയും പൈസ മുടക്കുമ്പോൾ 9,000 രൂപ മുടക്കുന്നതിൽ തെറ്റില്ല. ഇത്രയുമൊക്കെയാണ് ബജാജ് ചേതക് EVയുടെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനി പറയാനുള്ള കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ വീഡിയോകളിൽ വരുന്ന ഒരു കമൻറ്റ് സെലക്ട് ചെയ്ത് അതിന് റോഡ്മേറ്റ് എന്ന ആപ്പ് 2,000 രൂപ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യാം, രസകരമായ കമൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ കമൻറ്റ് ചെയ്യാം, വിമർശനാത്മകമായ കമൻറ്റും ചെയ്യാം, എന്തും ചെയ്യാൻ കുഴപ്പമില്ല. 2,000 രൂപ ഗിഫ്റ്റ് ഹാമ്പറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വാഹനമില്ലാത്തവർക്കും കമൻറ്റ് ചെയ്യാം, കാരണം സമ്മാനം വാഹനമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സമ്മാനങ്ങളൊക്കെ ആയിരിക്കും. കൂടാതെ ഗൾഫിലോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ളവർക്ക് കമൻറ്റ് ചെയ്യാം, സമ്മാനം അവരുടെ നാട്ടിലെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക, ഇഷ്ടപ്പെട്ട കമൻറ്റുകളൊക്കെ ചെയ്യുക. അങ്ങനെ റോഡ്മേറ്റ് നൽകുന്ന 2,000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ സ്വന്തമാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബജാജ് ചേതക് ഓടിച്ച് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാം.